ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോയാണ്. കേരളത്തിലെ എൻ്റെ ഫേവറേറ്റ് പ്ലേസിലൊന്നാണ് ഈ പാലസ്. പത്മനാഭപുരം പാലസിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. കന്യാകുമാരി യാത്രയ്ക്കിടയിൽ ഈ പാലസ് ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി. Located in Padmanabhapuram in the Kanyakumari district of the Indian state of Tamil Nadu. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ കീഴായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. വൺ ഓഫ് ദ ലാർജസ്റ്റ് വുഡൻ പ്ലേസ് ഓഫ് ഏഷ്യ. ഇന്ത്യയിലും ഏഷ്യയിലും തന്നെ മരം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ കൊട്ടാര സമുച്ചയമാണ്. സമ്മർ സീസൺ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൂടാഞ്ഞിട്ട് നല്ല വെയിലും ചൂടുമൊക്കെയാണ് പുറത്ത്. ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ടിക്കറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്കൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ രണ്ടാമതും മെനക്കെട്ട് പോയി ടിക്കറ്റ് എടുത്തു. അന്നേരം അതും എടുത്തിട്ട് വന്നതിന് ശേഷമാണ് അറിയുന്നത് ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് സെപ്പറേറ്റ് ആണെന്ന്. അപ്പോൾ ഇനി വയ്യ മെനക്കെടാം. അതുകൊണ്ട് ഞാൻ ഫോട്ടോയ്ക്കുള്ള മാത്രം എടുത്തിട്ട് ഞാനാരും കാണാതെ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റോടുകൂടി പുറകോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോവുകയാണ്. ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിച്ച് തരണേ. അപ്പോൾ ബാക്കി വിശേഷം കണ്ടറിയാം. ഇനിയാണ് പേടിക്കേണ്ടത്. ആരും കാണാതെ ഭയന്നെടുക്കുന്ന വീഡിയോസാണ്. പുറത്തുള്ളവർ മനസ്സിലായിട്ടില്ല, അകത്തുള്ളവർക്ക് മനസ്സിലായി ഞാൻ വീഡിയോ ആണ് എടുക്കുന്നതെന്ന്. വിശേഷം കണ്ട് കാണാം. 100 വർഷം പഴക്കമുള്ള ഘടികാരമാണ് ആ കാണുന്നത്. അത്ര തന്നെ പഴക്കമുള്ള കരിങ്കല്ലിൻ്റെ കട്ടിലും ചൈനയിൽ നിർമ്മിച്ച ശില്പഭംഗിയുള്ള കസേര. രാജാവിന് തിരുമുൽക്കാഴ്ചയായി ലഭിച്ച ഓണവില്ലുകളാണ്. ആകർഷകമായ കാഴ്ചകൾ ഒട്ടനവധി ഉണ്ടെന്നാണ് പറയുന്നത്. ചുമരിൻ്റെ നിർമ്മാണത്തിന് കക്കാമൃഷിതം, ചുണ്ണാമ്പ്, നീലാംബരി, കടുക്ക, മുട്ടയുടെ വെള്ളക്കുരു എന്നിവ മിശ്രിതമാക്കിയ സുറുക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കൊട്ടാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ പൂമുഖം തന്നെയാണ്. ഈ പൂമുഖം ഉൾപ്പെട്ട കൊട്ടാര ഭാഗം മന്ത്രശാല എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് അത്ര എളുപ്പമൊന്നുമല്ല ഇതിനകത്ത് കയറിപ്പറ്റാൻ. വളരെ ഇടുങ്ങിയ സ്ഥലമാണ്. ഇതാണ് മന്ത്രശാല. മന്ത്രശാല എന്ന മന്ത്രിമാരുടെ ശാല. അഷ്ടപ്രധാന സഭ എന്നും ഇതിന് പേരുണ്ട്. രാജാവും 8 മന്ത്രിമാരും 4 നാട്ടുപ്രമുഖരും ഒന്നിച്ചിരുന്ന് തീരുമാനം എടുക്കുന്ന രാജസഭ കൂടിയാണ് ഇവിടെ. പൂമുഖത്തിൻ്റെ മേൽത്തട്ട് 90 പൂക്കൾ കൊത്തിയിട്ടുണ്ടത്രേ. 90 പൂക്കളും 90 ശൈലിയാണ്. മന്ത്രശാലയുടെ മച്ചിൽ 9 പൂക്കൾ കാണാം. മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട്. സഭ കൂടുമ്പോൾ ആ അറകളൊക്കെ തുറന്നിടും. അപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശും. മന്ത്രിമാരിൽ ഇരിക്കുന്ന ചമ്രം പടിഞ്ഞാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. ഇത് വലിയ ഒരു ഊട്ടുപുരയാണ്. ഈ സ്ഥലം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പരിചയം കാണുമല്ലോ. നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അതേ സ്ഥലം തന്നെയാണ്. ചെറിയൊരു നിർമ്മാണ ചരിത്രം പറയാം. വേണാട് ഭരിച്ച ഇരവിവർമ്മ കുലശേഖരം പെരുമാൾ 1892 ഈ കൊട്ടാരം നിർമ്മിച്ചു. വാസ്തുവിദ്യ ശൈലിയുടെ മകുടോദരമായ പത്മനാഭപുരം കൊട്ടാരം 6 ഏക്കറോളം വരുന്ന കൊട്ടാര വിളക്കിൽ സ്ഥിതി ചെയ്യുന്നു. 1741 കൊളച്ചി യുദ്ധത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഇന്നീ കാണുന്ന രീതിയിൽ കൊട്ടാരത്തിലേക്ക് പണിതത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായ ശ്രീ പത്മനാഭന് തൻ്റെ ഭരണം അടിയറ വെച്ചു പത്മനാഭന് ദാസനായത്. പക്ഷേ പ്രതാപം ഒരിക്കലും പോയിട്ടില്ല എന്ന് തന്നെയാണ് പറയാം. 1795 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തിലേക്ക് മാറ്റി. ആരാമങ്ങൾ കഴിഞ്ഞിട്ടും ആ പ്രതാപത്തിന് സൗന്ദര്യ കാഴ്ചകൾ ഒരു കുറവും വന്നിട്ടില്ല. എഞ്ചിനീയറിംഗിൻ്റെ മികച്ച ഉദാഹരണം കൂടിയാണ് ഈ കൊട്ടാരം. കൊട്ടാരത്തിലെ എല്ലാ കലാപരിപാടികൾക്കും സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്ന മേക്കപ്പ് റൂമാണ് ഇത്. 2 കണ്ണാടി 2 സൈഡിലായിട്ടുണ്ട്. ഒരു ആടുന്ന ഊഞ്ഞാലും കുറേ ചിത്രങ്ങളുമുള്ള ഒരു മേക്കപ്പ് റൂം. എത്രയോ മഹാറാണിമാർ ഒരുങ്ങിയ മുറിയായിരിക്കും ഇത്. ഇതിനകം കാണാൻ വളരെ ഭംഗിയുണ്ട്.
ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷം നടന്നത് ഇവിടെയാണ്. 6 ഏക്കറോളം ചുറ്റി കറങ്ങുന്നത് പോലും അറിയത്തില്ല, അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ്. ശരിക്കും ട്രഡീഷണൽ വേഷത്തിൽ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്ന് തോന്നി, പക്ഷെ അതിനൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ അതിനുള്ള തയ്യാറെടുപ്പോടു കൂടി വന്നതല്ലല്ലോ. ഇവർക്കൊക്കെ ഈ കൊട്ടാരം സിനിമയിലൂടെ മാത്രം പരിചയമുള്ളതായിരിക്കും. എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്കും ഒരുപാട് കാഴ്ചകളാണ് ഇതിനകത്തുള്ളത്. ഏറ്റവും വലിയ കൊട്ടാരം ഉപ്പരിക മാളികയാണ്. മാർത്താണ്ഡവർമ്മയാണ് ഇത് നിർമ്മിച്ചത്. മച്ച് തേക്ക് കൊണ്ട്, കട്ടിൽ 64 ഔഷധ തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനിച്ചതാണ് ഈ സപ്രപഞ്ചക്കട്ടിൽ. റൂമുകളൊന്നും എല്ലാം ഒന്നും ഓപ്പൺ അല്ല, കുറേ സ്ഥലങ്ങളൊക്കെ നോ എൻട്രി ആണ്. നോക്കിയാൽ ഭയം തോന്നുന്ന സ്ഥലങ്ങളും ഇതിനിടയിൽ തന്നെ ഉണ്ട്. ഇതാണ് രാജാവിൻ്റെ മദറിൻ്റെ ബെഡ്റൂം. കണ്ടാ പറയില്ല, നല്ല ഇരുട്ടും വളരെ ചെറിയ മുറിയാണ് കണ്ടത്. ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ഈ വാഷ്റൂമാണ്. ഒരു പൈപ്പ് പോലും ഇല്ല. കേരളത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് മ്യൂസിയത്തിൽ ഒന്ന് തന്നെയാണിത്. പണ്ട് യുദ്ധം ചെയ്യുന്ന വാൾ സൂക്ഷിച്ചിരുന്ന പുരയാണെന്നാണ് പറയുന്നത്. ഇവിടെ വിൻഡോകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒളിഞ്ഞു നോക്കാൻ പോലും ഒരു ഓട്ടയില്ല. ആ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കാൻ ഭയങ്കര ഭയമായിരുന്നു. ഫാമിലിയായിട്ട് ശരിക്കും എൻജോയ്മെന്റ് ചെയ്തു. പിള്ളേർക്ക് വലിയ ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു നടക്കാൻ. ഈ ഗുഹയ്ക്കകത്ത് എന്താ ഉള്ളത്, കടുവയുണ്ടെന്ന് പറഞ്ഞ് മീനെയൊക്കെ കൊണ്ടുപോയി. ഇത് കണ്ടു തീർന്നില്ല, പകുതി പോലും ആയിട്ടില്ല. ഒരുപാട് ഇതിനകത്ത് കാഴ്ചകളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്പീഡിൽ എന്തൊക്കെയോ കണ്ടുപോയി എന്ന് വേണം പറയാം. ഇതൊക്കെ കണ്ടോ, പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നും. വെറ്റിലയും പാക്കും എന്തൊക്കെയോ ഉണ്ട്. ഒരു ഇരുട്ടറിഞ്ഞ റൂമും. ഇവിടെ നല്ല കാഴ്ചകളുണ്ട്, കട്ടിലുകളും. പിന്നെ കിടപ്പറയാണെന്നാണ് എഴുതിയിട്ടുള്ളത്. വീണയും തബലയും പിന്നെ ആടുന്ന ഊഞ്ഞാലും പിന്നെ ഒരു വീശ്വറിയൊക്കെ ഇരിപ്പുണ്ട്. അകത്തളം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും കൊട്ടാരത്തിൻ്റെ അകത്തളം. ഇത് കിടപ്പറ. അതോട് ചേർന്ന് തന്നെ നല്ലൊരു ടേബിളുണ്ട്. കുഞ്ഞു കൊച്ചിൻ്റെ ആട്ടത്തൊട്ടിൽ, ഭരണി, പെട്ടി, കണ്ണാടി എന്തൊക്കെയോ ഇരിപ്പുണ്ട്. ഇവിടെ ആയിട്ടൊരു കിച്ചൺ. അല്ലാ, ഇത് കിച്ചൺ തന്നെയാണോ? കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട് ഗൈസ്. മുറിയാണ് പണ്ടത്തെ. വിളക്ക്, ഇരുട്ടാണ്, കറണ്ട് പോലും ഇല്ലാത്ത മുറിയായിരുന്നായിരിക്കും. വെള്ളം എടുക്കാൻ പൈപ്പ് പോലും ഇതിനകത്തില്ല, പുറത്ത് വന്നെടുക്കണമായിരിക്കും. അവിടെ ഒരു കുളമുണ്ട്. കാല് പൊള്ളുന്നു, നല്ല ചൂടും വെയിലും ഉണ്ട് ഗൈസ്. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തായിട്ട് തന്നെ അരിയിടിക്കുന്ന കല്ല്, ആട്ടുകല്ല്, അമ്മിക്കല്ലൊക്കെ ഉണ്ട്. എല്ലാം ഇടഞ്ഞു വാരി കിടക്കുകയാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിക്കാണുമല്ലോ, കുളമാണ്, കുളപ്പുര. ഇത്ര മഹാറാണിമാർ കുളിച്ച കുളപ്പുരയായിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ആ വാതില് ആയുർവേദ മരുന്ന് കൊണ്ട് മസാജ് ചെയ്യുന്ന മുറിയാണ്. അവിടെ നിന്ന് നോ എൻട്രിയാണ് ഗൈസ്. അടുത്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മാടമ്പള്ളിയിലെ മനോരയ്ക്ക് ഞാനല്ല കേട്ടോ. പത്മനാഭപുരം കൊട്ടാര രാജഭരണത്തിന് മാത്രമല്ല പ്രശസ്തി നേടിയിരുന്നത്, മറിച്ച് തിരുവിതാംകൂർ രാജഭരണത്തിന് സമയത്ത് അനേകം കലാകാരന്മാരുടെയും കലാകാരികളുടെയും അവരുടെ കലാവാസന ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കാൻ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് സാക്ഷ്യം വഹിച്ചൊരു മണ്ഡപമാണ് ഇത്. ഈ മണ്ഡപത്തിൻ്റെ പേരാണ് നവരാത്രി മണ്ഡപം. ഇവിടെയാണ് നവരാത്രിയോടനുബന്ധിച്ച് പരിപാടികൾ നടന്നിരുന്നത്. അതിനുപരി ഈ തറ നിർമ്മിച്ചിരിക്കുന്നത് നൃത്തത്തിന് അനുയോജ്യമായ രീതിയിലാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ണാടിത്തറ എന്നും പറയും. ആ നേരെ കാണുന്ന മുറികളിലാണ് സ്ത്രീകൾ ഇരുന്ന് പരിപാടികൾ കാണുന്നത്. നാഗവല്ലി നൃത്തം കളിച്ച് സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഈ സ്ഥലം. മണ്ഡപത്തിൻ്റെ അടുത്തായിട്ടുള്ള ക്ഷേത്രമാണിത്. ഇവിടെ നടക്കുന്ന പരിപാടികൾ അരങ്ങേറുന്നത് ഇവരെ സാക്ഷി നിർത്തി തന്നെയാണ്. ഇത്ര വീഡിയോ എനിക്ക് നിങ്ങൾക്ക് പകർത്തി തരാൻ കഴിഞ്ഞുള്ളൂ. ഇതെന്താ ഒരു വലിയ കിണർ. അയ്യോ, അങ്ങനെ ഒത്തിരി ഭയക്കേണ്ട കാഴ്ചകളും ഉണ്ട്.
ശരിക്കും ക്ഷീണിച്ചു ഗൈസ്, ഞങ്ങളും ക്ഷീണിച്ചു, പിള്ളേരും ക്ഷീണിച്ചു. അത്രയ്ക്ക് ദാഹമുണ്ട്. തമിഴ്നാട്ടിലെ ചൂടും വെയിലും ഒക്കെ അറിയാമല്ലോ. അടുത്തതായിട്ട് ചെരുപ്പ് എടുക്കുന്ന പരിപാടി. ഇവിടെ കൊള്ളാം സെറ്റപ്പ്. ചെരുപ്പിനും പ്രത്യേക കൗണ്ടറുകൾ. ഇനിയും വിസിറ്റ് ചെയ്യാൻ വരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നു. അതും ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് നല്ല ഷൂട്ട് ചെയ്യാൻ പരുവത്തിൽ. കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് വേറെ എവിടെ പോകണം? പോകുന്ന വഴി തന്നെ ഒത്തിരി പർച്ചേസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.